ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടീനിയത്തിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിങ്ങൊക്കെ ആയിട്ടാണ്, ചെറിയ വിത്ത് ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് മുമ്പൊരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്താണ് ഈ വീഡിയോ. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ വേണമെന്നുള്ളത്. അപ്പം നമ്മളതൊന്ന് ചെയ്യാമെന്ന് കരുതി. ഇതാണ് നമ്മുടെ അടീനിയത്തിൻ്റെ വിത്ത്. 2 കൂട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കൊമ്പ് മാതിരി പറഞ്ഞേക്കാം, എല്ലാവരും പറഞ്ഞേക്കാം. അത്യാവശ്യം ചെറിയ കമ്പാണെന്നൊന്നും നോക്കണ്ട, ഇത് നല്ല തിങ്ങി നിറഞ്ഞു വരും ഇതിൻ്റെ വിത്തുകൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ടോട്ടലി നമുക്ക് നല്ല വിത്തുകൾ കിട്ടിയിട്ടപ്പോൾ 65 വിത്തുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുമ്പൊരിക്കൽ നമുക്ക് ഒറ്റ കൂടുന്ന തന്നെ 100 വിത്തുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതിലാണ് ജസ്റ്റ് നമ്മളെ റോഡ് സൈഡിൻ്റെ ഒക്കെ ഓരോ സൈഡിലൊക്കെ ഉള്ള പൂയും മണ്ണും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു മണ്ണാണ്. നമ്മൾ പാത്രത്തിൽ ഇങ്ങനെ നിറച്ച് നമ്മൾ പണ്ടൊക്കെ കല്യാണത്തൊക്കെ ചോറൊക്കെ വിളമ്പില്ലേ വലിയ പാത്രത്തിൽ, അതാണ്. അതിൽ ജസ്റ്റ് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇതിലിങ്ങനെ മണ്ണിട്ട് കണ്ട് ജസ്റ്റ് വിത്തങ്ങ് പാകി വെക്കാമെന്നാണ് കരുതിയതാണ്. അങ്ങനെ എല്ലാ വിത്തുകളും നമ്മൾ ഇതിൽ തന്നെയാണ് പാകണത്. കാരണം നമ്മൾ വേറെ എവിടേക്കും ഇങ്ങനെ ഒന്നും പാകി വെക്കണില്ല. പല പ്രാവശ്യം നമ്മൾ പലയിടത്തുമായിട്ട് പാകലുണ്ടായിരുന്നു. ഇതെന്തിന് അതിൻ്റെ മുകളിലൊരു കമ്പി വെക്കണമെന്ന് ആർക്കും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കോഴിക്കളൊക്കെ നമുക്ക് പണി തരാതിരിക്കാനാണ് നമ്മൾ തൽക്കാലം കമ്പ് വെച്ചിട്ട്. അല്ലെങ്കിൽ ഇവർ ഈ മണ്ണൊക്കെ നൈസ് മണ്ണൊക്കെ കണ്ട ചിക്കി മതിരി അങ്ങ് ഒരു വിധാക്കും. മണ്ണെടുത്ത് വെച്ച് കണ്ട് മൂടി വെക്കാൻ മറന്ന് തന്നെ എനിക്ക് പണിയായിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു അടുപ്പും കൂടി അടച്ച് വെച്ചാൽ മതി. നമ്മൾ മണ്ണൊക്കെ ഈ വിത്തുകളൊക്കെ എന്ത് പണിയായിട്ടെന്ന് അറിയോ? ഇപ്പോൾ ഇവിടെയുള്ള വിത്തുകളൊന്നും കാണുന്നില്ലല്ലോ. അതൊക്കെ നമ്മൾ ഇതുപോലെ അങ്ങനെ കുത്തി അങ്ങോട്ട് മണ്ണൊക്കെ ജസ്റ്റ് ഇറക്കണം. മണ്ണ് നനക്കുന്നതിൻ്റെയൊക്കെ മുമ്പാണ് കേട്ടോ നമ്മൾ ഈ പണി ചെയ്തത്. അല്ലെങ്കിൽ നനച്ചാൽ നമുക്കിതുപോലെ അങ്ങോട്ട് കുത്തി വെക്കാൻ പറ്റില്ല, കാരണം കുറച്ച് ടൈറ്റ് ആവട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി നമ്മളൊരു അയൽവാസിയാണ്, ഫ്രണ്ടുമാണ്, എല്ലാം കൂടിയാണ്, നമ്മുടെ സബ്സ്ക്രൈബറുമാണ്. അവർ ബിങ്കാച്ചെടിൻ്റെ ഒരു കട്ടിങ്സൊക്കെ ചോദിച്ചിരുന്നു. നമ്മളെ കയ്യിലുള്ളതിൻ്റെയൊക്കെ കട്ടിങ്സൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇങ്ങനെ കട്ടിങ്സൊക്കെ എടുക്കാനായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. കുട്ടികളെ പറഞ്ഞയച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഉള്ള കട്ടിങ്സ് ഒന്ന് കൊടുത്തേക്കണേനാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റിക്കൊക്കെ കുത്തി വെച്ച് ഇപ്പോൾ ഒന്നും കാണില്ലല്ലോ, നല്ലോണം ഒന്ന് നനച്ചും ചെയ്തോട്ടെ. കുത്തി വെച്ചതിൻ്റെ ശേഷം നമ്മുടെ മുമ്പത്തൊക്കെ 2-3 ഘട്ടങ്ങളിലായിട്ട് നട്ട് വെച്ച് എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഫ്ലവർ ഇട്ടിട്ടില്ല, ഇടുമായിരിക്കാരം. ബാക്കിയുള്ള അടീനിയങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, കേഡക്സൊക്കെ നല്ല അസലായിട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആളെ കാണാനും ഒരു പ്രത്യേക ലുക്കുണ്ട്. ഇതിൽ നൂലിൻ്റെ കെട്ടൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് എടുത്ത് മാറ്റിയതാണ്. അപ്പോഴാണ് നമ്മൾ ഒരാളെ കണ്ടത്. പോട്ട് പൊട്ടാൻ മാത്രം കഴിക്കണമെന്ന്. അത്യാവശ്യം പഴക്കമുള്ള പോട്ടല്ലേ. അതേപോലെ നമ്മളിങ്ങനെ നൈസ് മണ്ണാണ് കേട്ടോ നിറക്കൽ. എല്ലാ പോട്ടിലും അത് തന്നെയാണ്, വലിയ മാറ്റമൊന്നും ഇല്ലാതെ. കാരണം നമ്മൾ ടൈറ്റ് നിൽക്കണ മണ്ണ് നമ്മൾ നിറക്കലില്ല. അതാകുമ്പോൾ ഇതിനൊക്കെ വളരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം കേട്ടോ. കണ്ടില്ലേ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, നല്ല കേഡക്സായിട്ട് വരുന്നുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതിലുള്ള പുല്ലുകളൊക്കെ മുളക്കണമൊക്കെ നമ്മളിങ്ങനെ വരുമ്പോഴൊക്കെ പറിച്ച് നോക്കലുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 1 year ആയിട്ടുള്ളൂ നമ്മൾ ഈ അടീനിയ കളക്ഷൻ തുടങ്ങിയിട്ടാണ്. നമ്മൾ അങ്ങനെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വാങ്ങിയിട്ടൊന്നുമില്ല. ഒന്ന് മാത്രം കേട്ടോ നമുക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ടാണ് കിട്ടിയത്. ഒന്ന് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ, അല്ലാതെ നമ്മൾ വേറെ ഏതും വാങ്ങിയിട്ടില്ല. പിന്നെ കുറേ വിത്തിട്ട് മുളപ്പിച്ചൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഓരോരുത്തരുടെ കയ്യിലുള്ള കട്ടിങ്സൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കണമെന്ന് കരുതിയതാണ്. ഇതിൻ്റെ കേഡക്സ് ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കുറച്ചുകൂടെ പൊന്തിയതാണ്. അടിയിലേക്ക് പോകാൻ സ്പേസ് ഇല്ലാഞ്ഞിട്ട് എന്താണെന്നറിയില്ല, നല്ലൊരു ഗ്രോത്ത് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ അതൊക്കെ. ഇനി കുറച്ച് എന്തെങ്കിലും ആയൊക്കെയുള്ള ചട്ടിക്കോ ഒന്തിക്കെങ്കിലൊക്കെ മാറ്റാനായിട്ടിട്ട് ചിലതൊക്കെ കണ്ടില്ലേ, ഇത് ഇതേപോലെ പൊന്തിയതാണ്. നല്ല കേഡക്സൊക്കെ നമ്മൾ അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. അടീനിയങ്ങളൊക്കെ മണ്ണൊക്കെ എല്ലാ പാത്രത്തിലും നോക്കിയാലും ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് വലിയ കാര്യമായിട്ട് പണികളൊന്നുമില്ല. അപ്പം നമ്മളുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ചെറുതായിട്ടൊരു റിപ്പോർട്ടിങ്ങും നടത്തുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഇതിന് തിരക്കടൊന്നുമില്ല. പക്ഷേ ഇതേ ബോട്ടിൽ വെച്ചതുണ്ടില്ല, നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചട്ടി പിടിച്ച് നോക്കിയാൽ തന്നെ അറിയാം. കേഡക്സിന് വളരാനൊരു സുഖകരമല്ല എന്ന് തോന്നിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഉണ്ടാക്കിയൊരു ചട്ടിയിലേക്ക് തന്നെ മാറ്റി വെക്കണം കേട്ടോ.
ഇതിന് ഏറ്റവും ബെറ്റർ ഏതാ ചട്ടി ചോദിച്ചാൽ പ്ലാസ്റ്റിക് തന്നെയാണ്. എന്താ നമ്മൾക്ക് നമ്മൾ ചെയ്തിട്ട് മണ്ണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് നമുക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ പറിച്ചെടുക്കും ചെയ്യും. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ബലം വേവിച്ചിട്ടുണ്ട് വിചാരിച്ച് പെട്ടെന്നൊന്നും ചെരിഞ്ഞുകൂടെ വെച്ചിട്ടൊന്നും മറിഞ്ഞു പോയോ മണ്ണ് പോവൊന്നുമില്ല കേട്ടോ. തൽക്കാലം ഇപ്പം നമ്മൾ ഇയാളെ ഇതിലാണ് വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഓരോന്ന് മാറ്റി നടണമെന്ന് കരുതിയിട്ടുണ്ട്. കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് പോട്ടിംഗ് മിക്സ് ഒന്നുമില്ല, നമ്മളെപ്പോഴും കാണിക്കുന്ന പോട്ടിംഗ് മിക്സ് തന്നെ. ഇതിന്ന് വലിയൊരു 2 ആൾക്കാരെ ഈ കണ്ണ 2 ആൾക്കാരെയും പറിച്ചിട്ട് ഇതിലേക്ക് മാറ്റി വെക്കണം എന്ന് കരുതുന്നുണ്ട്. അത്രയ്ക്ക് എല്ലാവരും ചില്ലറ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ഇവരാരും പൂവിട്ടിട്ടൊന്നുമില്ല, വൈകാതെ പൂവിടയിക്കാരം. ഇതിൻ്റെ ഒപ്പമുള്ള ഇതിൻ്റെ ഒരു അൽവാസിൻ്റെ ഒക്കെ പൂവിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ 2 ആളെയാണ് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു കവർക്കും ഇതിക്കുമാണ് നമ്മൾ വെക്കാമെന്ന് കരുതിയിട്ടുള്ളത്. എങ്കിലും തിരക്കിടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ ഒരു ഭംഗി. അപ്പം അങ്ങനെ അതിലേക്കൊന്ന് കൂടി നമുക്ക് വലിയ മെയിൻ്റെനൻസ് ചിലവില്ലാത്തൊരു പരിപാടി ആയിട്ടുണ്ട് ഇത്. അങ്ങനെ ഇതിൻ്റെ അടിയിൽ ഒരാളെയും കൂടി നമ്മൾ എക്സ്ട്രാ കുത്തി കയറ്റിയിട്ടുണ്ട്. ഒരു ഹെൽത്തി ഇല്ലാത്തൊരു കുഞ്ഞ് തൈ കണ്ടപ്പോൾ ഇതിൽ കിടന്ന് ഹെൽത്തി ആവണമെങ്കിൽ ആയിക്കോട്ടെ, പൊക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ കയറ്റി വെച്ചാണ്. നമ്മളെ ഒരു സബ്സ്ക്രൈബർ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു കുത്തിവയ്പ്പില്ലാത്ത എന്തുകൊണ്ടറിയാം, അവരിപ്പം തന്നെ വേണ്ട, ഒന്ന് മെച്ചോർഡായിട്ട് ഇത് അടീനിയാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മുമ്പ് വാങ്ങിയതാണ്. നല്ല അടിപൊളിയായിട്ട് ഒരു ഫ്ലവറൊക്കെ പൊയിഞ്ഞ് പോയിട്ടുണ്ട്, നിറയെ ഫ്ലവറും ഉണ്ട് കേട്ടോ. കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു മനസ്സിനൊരു ചെറിയൊരു കുളിർമ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുക, ഇഷ്ടമുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം.